ചരിത്ര പുസ്തകം തിരുത്തി എഴുതുവാൻ ചിലരെ കൊണ്ട് സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ചരിത്രം തിരുത്തുവാൻ ആരെക്കൊണ്ടും കഴിയില്ലല്ലോ. 2 പതിറ്റാണ്ട് മുൻപ് യാക്കോബ് ഏശാവിൻ്റെ അടുത്ത് നിന്നും ലാബാൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നാൽ ഇപ്പോൾ അവൻ ഓടുകയാണ്. ലാബാൻ്റെ അടുത്ത് നിന്നും ചെന്നെത്തുന്നതോ ഏശാവിൻ്റെ അടുക്കൽ. 20 വർഷങ്ങൾക്ക് ശേഷം ഇതാ യാക്കോബിൻ്റെ കഴിഞ്ഞ കാലം അവനെ തേടിയെത്തുന്നു. അത് കണ്ടിട്ടവൻ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞകാല ചെയ്തികളുടെ വിളവെടുപ്പ് നടത്താതെ ഒരു ഭാവി കെട്ടിപ്പടുക്കാം എന്ന് ചിന്തിക്കുന്നത് വെറും മണ്ടത്തരമാണ്. പോയ ആണ്ടിൽ വിതച്ചത് കൊയ്തു മാറ്റാതെ ഈ ആണ്ടിൽ വിതച്ച് വിളവെടുപ്പ് നടത്താം എന്ന് ചിന്തിക്കുന്നത് എത്ര വലിയ മണ്ടത്തരം. മറ്റാരും കണ്ടില്ല, അറിഞ്ഞില്ല എന്നതുകൊണ്ടും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെട്ടതുകൊണ്ടും എൻ്റേതായ ന്യായീകരണം ഓരോന്നിനും ഉള്ളതുകൊണ്ടും ഞാൻ വിതച്ചതിൻ്റെ വിളവെടുപ്പ് നടത്താതെ പോകാം എന്ന് ചിന്തിച്ചാൽ അതിനെ വിഡ്ഢിത്തരമെന്നല്ലാതെ എന്തു വിളിക്കാനാണ്? നമ്മുടെ പാപങ്ങളെ മറന്നു കളയാം എന്ന് നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കും. എന്നാൽ നമ്മുടെ പാപങ്ങൾ നമ്മെ മറക്കില്ല. എന്നാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ ദൈവം അത് ക്ഷമിക്കും, മറക്കും. എന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവിടെയുണ്ട്, അതെങ്ങും പോകുന്നില്ല. യാക്കോബ് തൻ്റെ സഹോദരനോടും പിതാവിനോടും ചെയ്ത വഞ്ചന ദൈവം ക്ഷമിച്ചു. എന്നാൽ അവൻ്റെ ചെയ്തികളുടെ അനന്തരഫലം കാലമോ ഭൂമിശാസ്ത്രമോ മാറ്റിയെഴുതുന്നില്ല. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഈ വലിയ പ്രതിസന്ധി നമ്മെ പഠിപ്പിക്കുന്ന വലിയ വലിയ പാഠങ്ങൾ പഠിക്കാതെ പോകരുതേ സുഹൃത്തെ. നമ്മുടെ ജീവിതങ്ങളിൽ നാം അഭിമുഖീകരിക്കുന്ന അനേകം യാഥാർത്ഥ്യങ്ങളെ ഇവിടെ നാം പച്ചയ്ക്ക് കാണുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സകലത്തെയും ഭയപ്പെടുന്ന സ്വഭാവം, ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുതന്ത്രങ്ങൾ മെനയുന്ന പ്രകൃതം, ദൈവത്തിൻ്റെ സഹായം അപേക്ഷിച്ചിട്ട് ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ പെരുമാറുന്ന ജീവിതം. ഒരു പ്രതിസന്ധി ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഉപരി ഒരു മനുഷ്യനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുകൂടി കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇതാ യാക്കോബ് മുൻപോട്ടും പോകുവാൻ വയ്യ, പുറകോട്ടും പോകുവാൻ വയ്യാത്ത അവസ്ഥയിലാകുന്നു. ജീവിതത്തിൽ താൻ ഇതുവരെ സമ്പാദിച്ചതെല്ലാം കൈവിട്ടു പോകുന്നു എന്ന് മാത്രമല്ല, സ്വന്തം ജീവൻ തന്നെ അപകടത്തിലായ സ്ഥിതി. യാക്കോബ് യാബോക്ക് കടവിങ്കൽ ഇപ്പോൾ ആയിരിക്കുന്നു. ഇന്നത്തെ ജീവസന്ദേശ പഠനത്തിൽ നമ്മുടെ വിഷയം ഇതാണ്. ശ്രദ്ധിച്ചാട്ടെ. യാക്കോബ് യാബോക്ക് കടവിങ്കൽ. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൻ്റെ 20 വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ന് ബാക്കിയുള്ള ഭാഗം നോക്കാം. 21, 22, 23 വാക്യങ്ങൾ ആദ്യം ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ടെ. അങ്ങനെ സമ്മാനം അവൻ്റെ മുമ്പായി പോയി. ഇത് ഏശാവിന് കൊടുത്തയച്ച സമ്മാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ സമ്മാനം അവൻ്റെ മുമ്പായി പോയി. അവനോ അന്ന് രാത്രി കൂട്ടത്തോട് കൂടെ പാർത്തു. രാത്രിയിൽ അവൻ എഴുന്നേറ്റു തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി അക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെ അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. യാക്കോബിന്റെ ജീവിതത്തിലെ ആ വലിയ അനുഭവത്തിന്റെ രാത്രിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ന് രാത്രി അവൻ ആയിരുന്ന ആ യാബോക്ക് കടവ് വളരെ വിജനമായ ഒരു സ്ഥലമായിരുന്നു. പണ്ട് അവൻ ബഥേലിൽ വന്നപ്പോഴത്തേതുപോലെ തന്നെ അന്ന് സ്വയം രക്ഷിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടെ ഒരു വലിയ കൂട്ടം കൂടിയുണ്ട്. ഒരു ആയുസിന്റെ 20 വർഷം, അതും നല്ല സമയം ചെലവഴിച്ച് നേടിയെടുത്തത് മുഴുവൻ കൂടുണ്ട്. അവൻ സന്തോഷമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. ഒരു മനുഷ്യായുസിൽ ഉണ്ടാക്കാവുന്നതിൽ ഏറെ അവൻ ഇപ്പോൾ സമ്പാദിച്ചു കൂട്ടി എന്ന് അവൻ തന്നെ സാക്ഷിക്കുന്നുണ്ട്. അതും കയ്യിലൊരു വടിയുമായി മാത്രം പോയവൻ വലിയൊരു കൂട്ടവുമായി തിരികെ വരുന്നു. എന്നാൽ യാതൊരു സംതൃപ്തിയുമില്ല.
അവൻ്റെ ഹൃദയം ഭയം കൊണ്ടും സംശയം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. സന്തോഷിക്കേണ്ടതിന് പകരം, സമാധാനമായിരിക്കേണ്ടതിന് പകരം ഭയവും നിരാശയും. ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന താങ്കളുടെ ഒരു ചിത്രം താങ്കൾ യാക്കോബിൽ ദർശിക്കുന്നുണ്ടായിരിക്കും. വർഷങ്ങൾ മരുഭൂമിയിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കി, എന്നാൽ ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, ഒരു സംതൃപ്തിയില്ല. അതുമാത്രമേ എനിക്കിപ്പോൾ പറയുവാനായിട്ട് സാധിക്കൂ. ബാക്കി സ്വന്തം ജീവിതത്തെ വിലയിരുത്തി നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാട്ടെ. യാക്കോബ് വർഷങ്ങൾക്ക് മുൻപ് ഏശാവിനോട് മോശമായി പെരുമാറിയതാണ്. അവൻ ചെയ്തതുപോലെ ജ്യേഷ്ഠാവകാശമോ അപ്പൻ്റെ അനുഗ്രഹമോ കൈക്കലാക്കണമെന്ന് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ചതേയില്ല. ദൈവം തന്നെ അവനത് നൽകുമായിരുന്നു. അന്ന് രാത്രി യാക്കോബ് തനിക്കുള്ളതിനെ എല്ലാം യാബോക്ക് കടവിന് അക്കരെ കടത്തുന്നു. എന്നിട്ട് യാക്കോബ് തനിയെ ഇക്കരെ കഴിയുന്നു. അഥവാ ഏശാവ് വന്നാൽ അവൻ യാക്കോബിനെ കൊന്നിട്ട് കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുമല്ലോ. അതുകൊണ്ട് യാക്കോബ് തനിയായി. 24 വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലുപിടിച്ചു. ഇവിടെ ഒരു മല്ലുപിടുത്തത്തെക്കുറിച്ച് പറയുന്നു. ആരോട് മല്ലുപിടിച്ചു എന്നാണ് താങ്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഈ വിഷയത്തിൽ എന്തുമാത്രം തെറ്റിദ്ധാരണകളാകുന്നു നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത്. അതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് ഈ ഗുസ്തി മത്സരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. കാണാൻ കൊള്ളാവുന്ന ഒരു റെസ്ലിംഗ് ആണ് ഇവിടെ. യാക്കോബിന്റെ അപ്പോഴത്തെ സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിക്കൂ. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്ന് അവിടെ മല്ല് കെട്ടിയത് യാക്കോബാകുന്നു എന്ന്. ആ ധാരണയിൽ ചിലർ പ്രാർത്ഥിക്കാറുമുണ്ട്. കേട്ടിട്ടില്ലേ? കർത്താവേ, യാക്കോബ് മല്ല് പിടിച്ച് അനുഗ്രഹം വാങ്ങിയതുപോലെ തന്നെ ഞാനും അനുഗ്രഹം വാങ്ങുവാൻ വന്നിരിക്കുകയാണ്. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. സുഹൃത്തെ, സൂക്ഷിച്ചു വേണം അങ്ങനെ പ്രാർത്ഥിക്കുവാൻ. ഒടുവിൽ കിട്ടുന്നത് ഉളുക്കായിരിക്കും. വാസ്തവത്തിൽ യാക്കോബ് ആരുമായും മല്ല് പിടിക്കുവാനുള്ള മൂഡിലല്ലായിരുന്നു. തനിക്ക് ദോഷം ചെയ്യുവാൻ നിരൂപിച്ചു വന്ന ലാബാൻ അവന്റെ പിൻപിലുണ്ട്. കഴിഞ്ഞ 20 വർഷങ്ങൾ തന്റെ ജീവന് ഭീഷണിയായിരുന്ന ജ്യേഷ്ഠൻ ഏശാവ് മുൻപിൽ 400 ആളുമായി വരുന്നുണ്ട്. ഇവർ രണ്ടുപേരുമായും മല്ലുകെട്ടുവാൻ യാക്കോബിന് ത്രാണിയില്ല, അവനതിന് പ്ലാനുമില്ല. അവനിപ്പോൾ കടലിനും ചെകുത്താനും ഇടയിൽ എന്ന പോലെയാണ്. ഏത് വഴിക്ക് തിരിയണമെന്ന് പോലും അവനറിയില്ല. അന്ന് രാത്രി മൂന്നാമതൊരു വ്യക്തിയുമായി ഗുസ്തിക്ക് യാക്കോബ് തയ്യാറാകുമെന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല. യാക്കോബ് ഇവിടെ ഗുസ്തിക്കാരനേ അല്ല. അല്പം സ്വസ്ഥത മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അന്ന് രാത്രി യാക്കോബ് തനിയെ ശേഷിച്ചു. കാരണം തനിയെ ആയിരിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. ഇനിയും ആരുമായും ഒരു മൽപ്പിടുത്തത്തിന് അവന് താല്പര്യമില്ല. അവൻ ആകെ മടുത്തു. ഇനിയും കേൾക്കുന്ന ചോദ്യം, അന്ന് രാത്രി യാക്കോബുമായി മല്ലുകെട്ടിയ ഈ വ്യക്തി ആരായിരിക്കും എന്നതാണ്. ഈ വിഷയത്തിൽ ഒത്തിരി ഊഹാപോഹങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് അവിടെ യാക്കോബുമായി മല്ലുപിടിക്കുവാൻ വന്നത് മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തു അല്ലാതെ മറ്റാരുമല്ല എന്നത്രേ. ഹോശേയ പ്രവചനത്തിൽ ഈ വിഷയത്തിൽ ചില സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഹോശേയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ നാം കാണുന്നത്, എഫ്രൈം കാറ്റിൽ ഇഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു. അവൻ ഇടവിടാതെ ഭോഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു. അവർ അശൂര്യരോട് ഉടമ്പടി ചെയ്യുന്നു. മിസ്രൈമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു. യഹോവയ്ക്ക് യഹൂദയോടും ഒരു വ്യവഹാരമുണ്ട്. അവൻ യാക്കോബിനെ അവന്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും. അവന്റെ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു. തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അവൻ ബഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു. യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതെ, യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇവിടെ യാക്കോബുമായി മൽപ്പിടുത്തം നടത്തുവാൻ വന്നത് മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തു അല്ലാതെ മറ്റാരുമല്ല. എന്താണ് ഈ മൽപ്പിടുത്തം? നാം സാധാരണ കാണാറുള്ള മൽപ്പിടുത്തം പോലെ വല്ലതുമാണോ ഇത്? ആത്മാവാകുന്ന ദൈവവുമായി മനുഷ്യൻ മല്ലുകെട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശാരീരികമായൊരു മൽപ്പിടുത്തമല്ല. ദൈവവും യാക്കോബിൻ്റെ ആത്മാവുമായും ഒരു വാദപ്രതിവാദം. ദൈവം യാക്കോബിനെ അവൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. യാക്കോബ് തൻ്റേതായ ന്യായീകരണത്തിലൂടെ മുൻപോട്ട് പോകുന്നു. ദൈവം പറയുന്നു, മകനെ യാക്കോബെ, എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം. ഞാൻ നിന്റെ മുത്തച്ഛൻ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, പിന്നീട് നിന്റെ അച്ഛൻ ഇസഹാക്കിനോട് ആവർത്തിച്ച ആ ഉടമ്പടി
ഈ തലമുറയിൽ നിന്നിലൂടെയാണ് നിറവേറ്റുവാൻ പോകുന്നത്. അതെൻ്റെ പദ്ധതിയാണ്. എന്നാൽ നിന്റെ ഈ പ്രകൃതം അതിന് തടസ്സമായിരിക്കുന്നു. എന്നിൽ ആശ്രയിക്കാതെ നിന്റെ ജഡത്തിൽ ആശ്രയിച്ചുള്ള ഈ പോക്കുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്നതിൽ നിന്നും നീ എന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, നീ എൻ്റെ പദ്ധതിക്ക് മൊത്തം ഒരു തടസ്സമാണ്. നിന്റെ ഈ സ്വഭാവം ഒന്നുകിൽ നിന്നിൽ മാറ്റമുണ്ടാകണം, അല്ലാത്തപക്ഷം നിന്നെ ഞാൻ ഈ സ്ഥാനത്ത് നിന്നും മാറ്റണം. എങ്ങനെയുണ്ട്? ഉദാഹരണത്തിന് ദൈവം പറഞ്ഞെന്നിരിക്കട്ടെ, യാക്കോബേ, നീ നിന്റെ ജ്യേഷ്ഠനെ ചതിച്ചത് തെറ്റല്ലേ? നിന്റെ അപ്പനെ വഞ്ചിച്ചത് ഒരിക്കലും ശരിയായില്ല. മോഷണവും വഞ്ചനയും ആൾമാറാട്ടവും കള്ളവുമൊക്കെ ഒരു വിധത്തിലും ദൈവം അംഗീകരിക്കുകയില്ല. അതെത്ര നല്ല ലക്ഷ്യത്തിലാണെങ്കിൽ പോലും ദൈവം അംഗീകരിക്കില്ല. അതിന് യാക്കോബ് എങ്ങനെ പ്രതികരിച്ച് കാണും എന്നറിയാമോ? ദൈവമേ, ഈ പറഞ്ഞത് എൻ്റെ കുഴപ്പമാണോ? നീയല്ലേ അമ്മയോട് പറഞ്ഞത് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്? തക്ക സമയത്ത് എൻ്റെ അമ്മ ബുദ്ധിപൂർവം പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അപ്പൻ ഏശാവിനെ അനുഗ്രഹിച്ചേനേയും അങ്ങനെ നിന്റെ പദ്ധതി ആകെ പൊളിഞ്ഞേനേയും. അതുകൊണ്ട് ഞാനും മമ്മിയും കൂടി അങ്ങേ സഹായിക്കുക മാത്രമാണ് ഉദ്ദേശിച്ചത്. എത്ര നല്ല മറുപടിയില്ലേ! ദൈവത്തിൻ്റെ പദ്ധതികൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ എന്ന വ്യാജേനെ കള്ളത്തരങ്ങളിലൂടെ സ്വന്തം കാര്യങ്ങൾ കാണുന്നവരുടെ വ്യക്തമായൊരു ചിത്രം ഇവിടെ യാക്കോബ് വഴങ്ങുന്നില്ല. അപ്പോൾ ദൈവം പറഞ്ഞു കാണും, മകനെ യാക്കോബേ, ഞാൻ വെച്ചിട്ടുള്ള പ്രമാണങ്ങൾ ലംഘിച്ച് നിനക്ക് സന്തോഷമായിരിക്കാമെന്നാണോ നീ കരുതുന്നത്? എൻ്റെ പ്രമാണപ്രകാരം ഒരു പുരുഷന് ഭാര്യയായി ഒരു സ്ത്രീ മാത്രമേ ആകാവൂ. എന്നാൽ നിനക്കിപ്പോൾ 4 എണ്ണമുണ്ട്. നിനക്കറിയാമോ ഇതെത്രമാത്രം ബുദ്ധിമുട്ടാണ് കുടുംബത്തിൽ ഉണ്ടാക്കി വെക്കുന്നതെന്ന്? അതേതായാലും ഇനിയും മാറ്റാൻ സാധിക്കില്ല. എന്നാൽ നീ ചെയ്തത് തെറ്റാണെന്നെങ്കിലും നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് യാക്കോബ് എന്ത് പറഞ്ഞു കാണുമെന്നറിയാമോ? ദേ, വീണ്ടും ദൈവം ഒന്നും അറിയാൻ വയ്യാത്തതുപോലെ സംസാരിക്കുന്നു. വാസ്തവത്തിൽ എനിക്കൊരു ഭാര്യ മാത്രം മതിയായിരുന്നു, പക്ഷേ അത് റാഹേലായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. സംഭവിച്ചതെന്തെന്ന് നിനക്കറിയില്ലേ കർത്താവേ? ആ ലാബാൻ എന്നെ ചതിച്ചു, ചതിയൻ. അങ്ങനെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ഇങ്ങനൊക്കെ സംഭവിച്ചു പോയി. ഇപ്പോൾ അവൻ സാഹചര്യത്തെയാണ് കുറ്റം പറയുന്നത്. ആദ്യം ദൈവത്തെ കുറ്റം പറഞ്ഞു, ഇപ്പോൾ സാഹചര്യത്തെ. വഴങ്ങുകയില്ല, വിട്ടുകൊടുക്കുകയില്ല, മൽപ്പിടുത്തമാണ്. ദൈവം എന്ത് ചെയ്തു എന്ന് ഇനിയും കാണുക. 32 അധ്യായത്തിന്റെ 25 വാക്യം. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയില്ല. യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. ആരെ ജയിക്കയില്ല എന്നാണ് ഇവിടെ കണ്ടത്? എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള വാക്യങ്ങളിൽ ഒന്നത്രേ ഈ പറഞ്ഞത്. ചില സമയങ്ങളിൽ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിനു പോലും നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് വരും. നമ്മുടെ കടുംപിടുത്തങ്ങൾ, ദൈവത്തിന് വിധേയപ്പെടാത്ത നമ്മുടെ സ്വഭാവം, തെറ്റെന്തെന്ന് വ്യക്തമായി അറിയാമായിട്ടും മുടന്തൻ ന്യായങ്ങൾ നിരത്തി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന നമ്മുടെ അപ്രകൃതം. നല്ലതായി ജീവിക്കണമെന്നുണ്ട്, എന്നാൽ ഈ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഈ വീട്ടിൽ അത് നടക്കില്ല എന്ന് പറയുന്ന ഭാവം. കള്ളം പറയാതെ എൻ്റെ ഈ ഓഫീസിൽ ജോലി ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ള ചിന്ത. അല്പം വെട്ടിപ്പ് നടത്താതെ ഞാനിവിടെ തുടർന്നാൽ എൻ്റെ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ് എന്നുള്ള വാദം. ഞാൻ അല്പം മായം ചേർക്കാതെ കച്ചവടം നടത്തിയാൽ എന്ത് ലാഭം കിട്ടാനാണ്? ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള നിങ്ങളുടെ ചിന്ത. അങ്ങനെ പോകുന്നു യാക്കോബിന്റെ വഴങ്ങാത്ത ഭാവം നമ്മളിൽ. പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കുവാൻ യാക്കോബിന് ഭാവമില്ല. അവൻ ആ പുരുഷനോട് പരമാവധി പിടിച്ചു നിൽക്കുകയാണ്, മറുത്തു നിൽക്കുകയാണ്, എതിർത്തു നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിച്ചോ? ഈ പറഞ്ഞ പുരുഷൻ യാക്കോബിനെ മുടന്തനാക്കി. അത് കഷ്ടമായിപ്പോയി അല്ലേ? പാവം യാക്കോബ് ആകെ തകർന്നിരുന്ന അവസ്ഥയിൽ ഈ ശവത്തെ കുത്തണമായിരുന്നു. പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടിവെട്ടിയതുപോലെ ആയിപ്പോയി. അല്ല, എന്തിനായിരിക്കും ദൈവം യാക്കോബിന്റെ ഈ തുടയുടെ തടം തൊട്ട് അവനെ ഉളുക്കിച്ചത്? ഒന്ന് ശരിക്കും നോവിക്കുവാനായിരുന്നു പ്ലാനെങ്കിൽ വേറെ എവിടെല്ലാം തൊടാമായിരുന്നു. താങ്കൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് പറയുന്നത് പോലെയുള്ള സംശയങ്ങൾ വരാറുണ്ട്. അത് നല്ലതാണെന്ന് മിക്കപ്പോഴും തോന്നാറുണ്ട്. ചിലപ്പോൾ നല്ല ഉത്തരം കണ്ടുപിടിക്കാൻ അതെന്നെ സഹായിക്കുകയും ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ദൈവം യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടവനെ ഉളുക്കിയതിന് ഒരു പ്രത്യേക കാരണമുണ്ട്.
ഇത് എൻ്റെ അഭിപ്രായമാണ്. ഇതുവരെയുള്ള യാക്കോബിന്റെ പ്രകൃതം പഠിച്ചാൽ, അവന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കിയാൽ, ഇതുപോലുള്ള പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ അവന് അവൻ്റെതായ ഒരു പദ്ധതി മനസ്സിൽ കാണും. മറ്റൊന്നും നടന്നില്ല എങ്കിൽ അവൻ അതെടുത്ത് പ്രയോഗിക്കും. എന്നാൽ അതല്ല, ഇപ്പോൾ ദൈവം അവനോട് കനിഞ്ഞ് ഏശാവിനെയും ലാബാനെയും എല്ലാം ഓടിച്ചു കളഞ്ഞാൽ തനിക്കുള്ള ഈ സകലത്തിനെയും രക്ഷപ്പെടുത്തി കൊടുത്താൽ നല്ലത്. ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ കാര്യം കാണാമല്ലോ. അഥവാ ഒരു നിർവാഹവുമില്ലാതെ വന്നാൽ എന്തു ചെയ്യും? ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യാക്കോബ് തനിക്കുള്ള സകലത്തെയും നിരനിരയായി നിർത്തുന്നു. ആദ്യം ഏശാവിനുള്ള സമ്മാനം, പിന്നെ വില കുറഞ്ഞ മൃഗങ്ങൾ, പിന്നെ വില കൂടിയിട്ടുള്ളവ, അതിനുശേഷം ദാസന്മാർ, ദാസിമാർ, പിന്നെ ഇഷ്ടം കുറഞ്ഞ ഭാര്യ ലേയ, അവളുടെ മക്കൾ, പിന്നെ ഇഷ്ടമുള്ള ഭാര്യ റാഹേൽ, അവളുടെ മകൻ. എന്തിനാണ് ഈ അഭ്യാസമെല്ലാം കാണിക്കുന്നതെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. ഏശാവും അവന്റെ ആളുകളും കൂടി വന്ന് മുൻപിലുള്ളതിനെ കൊല്ലുവാൻ തുടങ്ങുമ്പോൾ പിൻപിലുള്ളവയ്ക്ക് ഓടി രക്ഷപ്പെടാമല്ലോ എന്ന്. എന്നിട്ട് യാക്കോബ് എവിടെയാണ് പോയത്? 23-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അഥവാ മറ്റ് രക്ഷയൊന്നുമില്ലെങ്കിൽ മുൻപിൽ നിന്നും ആക്രമണം വരുമ്പോൾ തനിയെ ഓടി രക്ഷപ്പെടുക. ഈ കാര്യങ്ങളൊക്കെ പിന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്നുള്ള തന്ത്രം. നാം എല്ലാം നമുക്ക് വേണ്ടി പദ്ധതികൾ ക്രമീകരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ദൈവത്തെ വിളിച്ചു നോക്കാം. ഒത്തെങ്കിലൊക്കട്ടെ, ഇല്ലെങ്കിൽ വേറെ പ്ലാനുണ്ടല്ലോ. അത് ജഡത്തിന്റെ തന്ത്രമാണ്. ദൈവം യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു. അവൻ മുടന്തനായി. ഇനിയും ഓടുന്നതെങ്ങനെയാണ്? അവനെ ഉപദ്രവിക്കുവാനല്ല, അനുഗ്രഹിക്കുവാനാണെന്ന് മറക്കരുത്. അവനോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവനോടുള്ള സ്നേഹം കൊണ്ട്. പലപ്പോഴും നമുക്കും ഇങ്ങനെ സംഭവിക്കാറില്ലേ സുഹൃത്തെ? പലപ്പോഴും ദൈവം തെറ്റെന്ന് കാണിച്ചു തന്ന പലതും അനുദപിച്ചുപേക്ഷിക്കുവാൻ തയ്യാറാകാഞ്ഞതിനാൽ ഇന്ന് മുടന്തി നടക്കുന്ന അവസ്ഥ. അതുമാത്രമല്ല, ഇതുവരെ താങ്കളുടെ അനുസരണക്കേടിനെ ദൈവം കൈകാര്യം ചെയ്തത് താങ്കളോട് മാത്രം ഇടപെട്ടുകൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം ഇടപെട്ടപ്പോൾ താങ്കളുടെ ഈ മല്ലുപിടുത്തം കൊണ്ട് ലോകം മുഴുവൻ താങ്കളുടെ അനുസരണക്കേട് അറിഞ്ഞു. എന്തിനേറെ, തലമുറകൾ പോലും അത് സംസാരിക്കുന്നു. അത് വേണോ സഹോദര? ദൈവം പറയുന്നത് അനുസരിക്കുന്നതല്ലേ സഹോദരി നല്ലത്? 26-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. വാസ്തവത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യാക്കോബ് ദൈവത്തെ വിടാതെ പിടിച്ചിരിക്കുകയാണോ? ഞാൻ കരുതുന്നത് രാത്രി മുഴുവൻ ദൈവം അവനോട് ഇടപെടുകയായിരുന്നു. അവനെ അനുഗ്രഹിക്കുവാനുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതിയും അതിന് വിഘാതമായി അവന്റെ ജീവിതത്തിലുള്ള കുറവുകളുമാകുന്നു വിഷയം. അവൻ അതൊന്നും സമ്മതിക്കുന്നില്ല. സകലത്തിനും അവൻ എന്തെങ്കിലുമൊക്കെ ന്യായീകരണമുണ്ട്. ഇതിനിടെ അവന്റെ കാല് ഉളുക്കുകയും ചെയ്തു. മുടന്തനായി. മല്ല് പിടിക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുന്നില്ല എന്ന അർത്ഥമാണ്. പോരാടുന്നത് കൊണ്ടോ എതിർത്ത് നിൽക്കുന്നത് കൊണ്ടോ ദൈവത്തിന്റെ അടുക്കൽ നിന്നും നിങ്ങൾ ഒന്നും നേടുവാൻ പോകുന്നില്ല സുഹൃത്തെ. ഇത് യാക്കോബ് മനസ്സിലാക്കി. അവന്റെ അടുത്തു നിന്നും താങ്കൾ എങ്ങനെയെങ്കിലും നേടുന്നത് പൂർണ്ണമായി ദൈവഹിതത്തിനായി സമർപ്പിക്കുന്നതിനാലും വിടാതെ പറ്റി നിൽക്കുന്നതിനാലും മാത്രമാണ്. എന്നാൽ നമ്മുടെ ജഡത്തിന്റെ ചിന്ത ഒരിക്കലും വിട്ടുകൊടുക്കുവാൻ നമ്മെ അനുവദിക്കില്ല. ദൈവത്തിന് യാക്കോബിനെ അനുഗ്രഹിക്കണം, എന്നാൽ യാക്കോബ് ദൈവഹിതത്തിന് ഏൽപ്പിക്കുന്നില്ല. അവിടെയാണ് യാക്കോബ് വിടാതെ പിടിച്ചിരിക്കുന്നത്. യാക്കോബിന് അനുഗ്രഹം വേണം, എന്നാൽ തന്റെ വഴിക്കാണ് അവനത് വേണ്ടത്. അതൊരിക്കലും ദൈവത്തിന്റെ മാർഗമല്ല. മനുഷ്യന്റെ വഴിക്ക് മനുഷ്യനെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് ദൈവം പറയുന്നു, എന്നെ വിടുക. യാക്കോബ് പറയുന്നു, എന്നെ അനുഗ്രഹിക്കൂ കർത്താവേ. പ്രഭാതം വിടരുമ്പോൾ ഞാൻ ജീവനോടിരിക്കണമെങ്കിൽ എനിക്ക് ആവശ്യം നീയാകുന്നു, നിന്റെ അനുഗ്രഹമാകുന്നു. അതേ, സകലവും വിട്ടുപോയി എന്ന് തോന്നുന്ന അവസരത്തിലാണല്ലോ നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിക്കുന്നത്. യാക്കോബ് അല്പം അയഞ്ഞു എന്ന് കണ്ട ദൈവം അവനോട് ചോദിക്കുന്ന ചോദ്യമാണ് 27ഉം 28ഉം വാക്യങ്ങളിൽ. നിന്റെ പേർ എന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. ദൈവം യാക്കോബിനോട് ചോദിക്കുന്നത്, നിന്റെ പേർ എന്ത്?
യാക്കോബിന്റെ പേർ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ദൈവം അവനോട് ഈ ചോദ്യം ചോദിക്കുന്നതല്ല എന്ന് നമുക്കെല്ലാം അറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ലഭ്യമായിട്ടുള്ള രേഖ അനുസരിച്ച് ഇതിനു മുൻപ് ആരെങ്കിലും യാക്കോബിനോട് നീ ആരാകുന്നു മകനെ എന്ന് ചോദിച്ചത് 27 അധ്യായത്തിന്റെ 18 വാക്യത്തിലത്രേ. അന്ന് കണ്ണിന് കാഴ്ചയില്ലാതിരുന്ന ഇസഹാക്ക് ആ ചോദ്യം ചോദിച്ചപ്പോൾ യാക്കോബിന്റെ മറുപടി ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ് എന്നായിരുന്നു. അതെ, ആ പേരിന്റെ പിൻപിൽ പല പല അർത്ഥങ്ങൾ കയറിക്കൂടിയിട്ടുണ്ട്. തന്ത്രശാലി, ചതിയൻ, കുതികാലുവെട്ടി, എന്തെല്ലാം അതിനോട് ചേർത്ത് ഒരു ധ്വനിയുണ്ട്. നിന്റെ പേർ എന്ത് എന്ന് ചോദിക്കുന്നതിലൂടെ ദൈവം യാക്കോബിനോട് പറയുന്നത്, നിന്റെ പേർ കേൾക്കുമ്പോൾ ഇന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ ഓടിയെത്തുന്ന അർത്ഥങ്ങളുണ്ടല്ലോ, അതേ അർത്ഥത്തിൽ നിന്നെയും മറ്റുള്ളവരെയും വഞ്ചിച്ചും വീഴ്ത്തിയും മുൻപോട്ടു പോകുവാനാണോ പരിപാടി? അതോ നിന്റെ യഥാർത്ഥ സ്വഭാവം സമ്മതിച്ച് അനുദപിച്ച് ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഏൽപ്പിക്കുകയാണോ നീ ചെയ്യുന്നത്? ബൈബിളിൻ പ്രകാരം ഒരു പുതിയ പേര് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആരംഭം കുറിക്കുക എന്നത്രേ. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിൽ അത് അബ്രഹാമിനോടും സാറായോടും പറയുന്നതിൽ നാം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിൽ പത്രോസിനോട് പറയുന്നതിനെക്കുറിച്ച് നാം കാണുന്നു. ഇവിടെ എല്ലാം നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇനിമേലിൽ യാക്കോബ് അറിയപ്പെടുന്നത് ഉപായി അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നവൻ എന്ന പേരിലല്ല, പിന്നെയോ ഇസ്രായേൽ എന്ന പേരിലാണ്. കാരണം ഒരു രാജാവിനെ പോലെ നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചിരിക്കുന്നു. ഇനിയും ഇപ്പോൾ ഇസ്രായേലിന്റെ പുതിയ സ്വഭാവം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കും. 29 30 വാക്യങ്ങളിൽ നാം കാണുന്നത്, യാക്കോബ് അവനോട് നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്നവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. യാക്കോബ് ദൈവത്തിന്റെ ദൂതനെ കണ്ടു. അതെ, മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തു. ആ സ്ഥലത്തിന് അവൻ പെനിയേൽ എന്ന് പേരിട്ടു. അതിന്റെ അർത്ഥം ദൈവമുഖം എന്നാകുന്നു. 31 32 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. യാക്കോബിനെ തനിക്ക് ലഭിക്കുവാൻ ദൈവത്തിന് അവനെ മുടന്തനാക്കേണ്ടി വന്നു. എന്നാലും അവനെ ലഭിച്ചു. ആദ്യം വിട്ടുകൊടുക്കാതെ യാക്കോബ് എതിർത്തു നിന്നു. അതല്ലെങ്കിലും അവന്റെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ചില പിടികൾ അവൻ അറിയാമായിരുന്നു. അവൻ ചിന്തിച്ചത് അല്പസമയത്തിനുള്ളിൽ ആ സാഹചര്യത്തെ അതിജീവിക്കുവാൻ അവനെക്കൊണ്ട് സാധിക്കുമെന്നാണ്. അതിനെ അതിജീവിക്കുവാൻ അവനെക്കൊണ്ടാവില്ലെന്നൊടുവിലായി അവൻ കണ്ടുപിടിച്ചു. എന്നാലും സമർപ്പിക്കുവാൻ അവൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം ചെയ്തതെന്താണ്? വേണമായിരുന്നെങ്കിൽ തന്റെ ഉന്നതമായ ശക്തിയാൽ ദൈവത്തിന് യാക്കോബിനെ താൻ ആഗ്രഹിക്കുന്നിടത്ത് തന്നെ തളയ്ക്കാമായിരുന്നു. എന്നാൽ അവന്റെ ഇച്ഛാശക്തിയെ തളയ്ക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. വ്യക്തമായി അറിയാമായിരുന്നിട്ടും ദൈവം യാക്കോബിനോട് ചോദിച്ച ചോദ്യങ്ങൾ ശ്രദ്ധിച്ചേ. നിന്റെ പേരെന്താകുന്നു? ദൈവത്തിന് അറിയില്ലായിരുന്നു അവന്റെ പേര്. തീർച്ചയായും അറിയാമായിരുന്നു. പക്ഷേ യാക്കോബ് തന്നെ സമ്മതിക്കണമായിരുന്നു താൻ ഒരു ഉപായിയാണെന്ന്. അതേ സുഹൃത്തെ, ദൈവം നിങ്ങളെ കീഴടക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുകയല്ല, മറിച്ച് നിങ്ങൾ സ്വയം കീഴ്പ്പെട്ട് ഉള്ള അവസ്ഥ ദൈവത്തോട് തുറന്ന് പറയുകയാണ് വേണ്ടത്. യാക്കോബ് എതിർത്ത് നിൽക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും സമർപ്പിക്കുവാൻ അവന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ദൈവം അവനോട് എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് ശ്രദ്ധിച്ചോ. അവൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു. ദൈവത്തിന്റെ വിരലുകളുടെ ഒരു ചെറിയ സ്പർശനം. ഇതാ ഈ മനുഷ്യൻ നിസ്സഹായനായി തീർന്നു. അവൻ തകർന്നു തരിപ്പണമായി. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ദൈവം ഈ മനുഷ്യനെ സ്വന്തമായി തീരുമാനമെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാക്കുന്നില്ല. ഇപ്പോൾ യാക്കോബ് ആ പുരുഷനെ വിടാതെ പിടിക്കുകയാണ്. ആ പുരുഷൻ പറയുന്നു, എന്നെ വിടുക എന്ന്. അതിന് യാക്കോബ് മറുപടി പറയുന്നത്, ഇല്ല, എനിക്ക് നിന്റെ അനുഗ്രഹം ആവശ്യമാണ് എന്ന്. അവനിപ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. പോരാട്ടവും മൽപ്പിടുത്തവും ഒക്കെ കഴിഞ്ഞു. ഇനിയും അങ്ങോട്ട് യാക്കോബ് ഒരു ആത്മീയ സ്വഭാവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. അതെ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന സ്വഭാവം. ഒരൊറ്റ നിമിഷം കൊണ്ട് രൂപാന്തരം സംഭവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. ഈ മനുഷ്യൻ തന്റെ പഴയ വഴികളിലേക്ക് പല പ്രാവശ്യം തിരികെ വരുന്നത് നാം കാണുന്നതാണ്. എന്നാൽ ഇവനിൽ ചില വ്യത്യാസങ്ങൾ നാം കാണുവാൻ പോകുകയാണ്. അവൻ വാസ്തവത്തിൽ ഒരു ദൈവപുരുഷനാണെന്ന് അവന്റെ കാര്യങ്ങൾ നാം കണ്ടു തീരും മുൻപേ മനസ്സിലാക്കുന്നതാണ്. ആദ്യം നാം യാക്കോബിനെ അവന്റെ ഭവനത്തിൽ കാണുമ്പോഴും തുടർന്ന് ഹാരാനിൽ കാണുമ്പോഴും അവനൊരു ജഡീക മനുഷ്യനായിരുന്നു.
അവനൊരു ഉപായിയായിരുന്നു. വഞ്ചിക്കലായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഇവിടെ ഇതാ പെനിയേലിൽ യാബോക്ക് കടവിങ്കൽ മല്ല് പിടിക്കുന്ന ഒരുവനെ അത്രേ നാം കാണുന്നത്. ഇതിനുശേഷം മിസ്രൈമിൽ ചെന്ന സമയത്ത് പോലും നാം അവനെ വിശ്വാസത്തിൻ്റെ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഇതോർക്കുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കുകയാണ്. ഒന്നാമതൊരു ജഡീക മനുഷ്യൻ, പിന്നീട് മല്ല് പിടിക്കുന്നവൻ, സമർപ്പിക്കുവാൻ പാടുപെടുന്ന ഒരുവൻ, ഒടുവിലായി ഒരു വിശ്വാസ മനുഷ്യൻ. പ്രിയ സുഹൃത്തെ, നിങ്ങൾക്കും ഈ അനുഭവമില്ലേ? നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ടോ? യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്നും എത്ര വലിയ പാഠങ്ങളാകുന്നു നാം ഇതുവരെ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുവാൻ നീ തന്ന ദാനങ്ങളായി കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇന്ന് യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച പാഠത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവെ, ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട ആരെങ്കിലും തെറ്റിൽ ജീവിക്കുന്നെങ്കിൽ, കുറ്റബോധത്തിൽ ജീവിക്കുന്നെങ്കിൽ, കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയും അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ അവരെ നീ ശക്തീകരിക്കുകയും ചെയ്യണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.